നേരത്തെ പറഞ്ഞ സ്കീമുകൾക്കൊന്നും മാറ്റമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനകത്ത് പറയുന്ന ഹോം ലോണുകൾ ചെയ്യുന്ന പല പാറ്റേണുകളുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചില ആൾക്കാർക്ക് വീട് കെട്ടിക്കഴിഞ്ഞിട്ട് ഫണ്ട് തികയാണ്ട് വരും. അങ്ങനെ ഫണ്ട് തികയാണ്ട് വന്ന് വർക്ക് മുഴുവൻ കെട്ടിക്കഴിഞ്ഞാൽ ഇനി 50 ലക്ഷം രൂപ അല്ലെങ്കിൽ 25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ബാലൻസ് വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ ഫണ്ട് എടുക്കുക എന്നുള്ളതാണ്. ഇന്റീരിയർ ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റീരിയർ ഡെക്കറേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്റീരിയർ വർക്കിനോ റെനോവേഷനോ എന്ന് പറഞ്ഞിട്ട് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റും. അത് ആൾറെഡി എടുത്ത ബാങ്കിൽ 6 മാസം കഴിഞ്ഞിരിക്കണം. ലോൺ എടുത്തിട്ട് 6 മാസം കഴിഞ്ഞിരിക്കണം. നമുക്കൊരു 25% അല്ലെങ്കിൽ 50% ഇതിനകത്ത് വരെ നമുക്ക് റൈസ് ചെയ്യാൻ പറ്റും. അതിന് നിലവിലുള്ള എലിജിബിലിറ്റി മതിയാവും, നിലവിലുള്ള അതേ പാറ്റേൺ മതിയാവും, നിലവിലുള്ള എലിജിബിലിറ്റി മതിയാവും, അഡീഷണൽ ഇൻകം വേണ്ട, കൂടെ ആപ്ലിക്കന്റിനെ ജോയിൻ ചെയ്യിക്കേണ്ട. ഏതാണോ നിലവിലുള്ള ആപ്ലിക്കേഷൻ, ആ ആപ്ലിക്കേഷനെ വെച്ചിട്ട് നമുക്ക് ഇന്റീരിയർ ഫണ്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റും.